ചെയ്തപ്പോഴും നഫ്താലി വംശത്തിലുള്ള എൻ്റെ പൂർവികരായവരെല്ലാം ബാലിൻ്റെ മുമ്പിൽ കുമ്പിട്ട് കിടന്നപ്പോഴും ഞാൻ കുമ്പിടാതിരുന്നത് എൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ വിട്ടിട്ട് പുരോഹിതൻ എന്തു ജീവിതം? അവൻ പുരോഹിതനല്ലാതായിത്തീരും. അതുകൊണ്ട് വിശുദ്ധിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുന്നതാണ് വിശുദ്ധി എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക്, ദൈവത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്? പരിശുദ്ധി, കരുണ, സ്നേഹം. അപ്പോൾ പരിശുദ്ധി, വിശുദ്ധി ഇതൊക്കെ നമ്മളിലേക്ക് പകരപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പരിശീലിക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിസ്മൃതിയിലായി, ഈ ആഘോഷങ്ങളൊക്കെ വിസ്മൃതിയിലായി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു കനലുണ്ടാകണം. ഈ ഒരു കനൽ സൂക്ഷിച്ച്